പ്രൂണിങ് കഴിഞ്ഞ മുന്തിരി പൂത്ത് നമ്മളിതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ചില കമ്പുകളിലൊക്കെ എന്ന് വെച്ചാൽ ഒരു പകുതി ഭാഗമൊക്കെ കമ്പുകളിൽ നമുക്ക് പൂ വിരിഞ്ഞ് കഴിഞ്ഞു. ഇത് വിരിഞ്ഞ് കഴിഞ്ഞ് കണ്ടാൽ നിങ്ങൾക്ക് കാണാണ്ട് കുഞ്ഞ മുന്തിരിയുടെ പോലെ വലയിട്ട കാരണേ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കുമ്പോൾ എന്തോരം ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. ഇത് ചെയ്യാൻ വൈകിയത് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലവിടെ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിൽ വരും. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കണ്ട ഇത് കുറച്ച് ആദ്യം പൂത്തുണ്ട് കണ്ട വെട്ടിയ സമയത്തൂടെ തന്നെ. അപ്പോൾ ഇതിന്മേൽ നല്ലോണം ഇത്തിരി കൂടി വലിപ്പമായി. ഇനി നമ്മുടെ മുന്തിരി അന്ന് പ്രൂൺ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് കണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് കണ്ടില്ലേ കുഞ്ഞ് മുന്തിരിയുടേതായിട്ട്. ഈ കമ്പ് നോക്കിയേ, മുന്തിരി ഉണ്ടായിട്ട് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ കമ്പ് അതേ പടർന്നു പോയിട്ട് നമ്മൾ വെട്ടി കളയുക. അപ്പോൾ ഈ മുന്തിരിയിലേക്കാണ് ഇതിൻ്റെ എനർജി ഫുള്ള്. ഇപ്പോൾ ഇതൊക്കെ സക്കർ എന്ന് പറയും. ഇത് വെട്ടി കഴിഞ്ഞാലും ഈ മുന്തിരിക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത്ത് വരുമ്പോൾ അത് തനി വേറെ ഇളം മുളച്ച് വരും. അപ്പോൾ ഇങ്ങനെ കളഞ്ഞാലും നല്ലതാണ്. മുന്തിരിക്ക് കുറച്ചും കൂടി ആരോഗ്യം മുന്തിരിക്ക് ഉണ്ടാവും. ഇത് വെട്ടിക്കളയാൻ അത്ര എളുപ്പമല്ല, കാരണം മുകളിലല്ലേ പടർന്ന് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നോക്കിയേ, ഇങ്ങനെ വെട്ടി നിർത്തുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മുന്തിരി വളർന്നു വരും. എത്തനോടത്തൊക്കെ നമ്മൾ വെട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത്ര എളുപ്പമല്ല. പിന്നെ ഈ തമിഴ്നാട്ടിലെ പോലെയൊന്നും മുന്തിരി നമ്മുടെ അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അവിടുത്തെ കാലാവസ്ഥയും അവിടെ മഴയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ തന്നെ മഴ 2 ദിവസമായിട്ട് എല്ലാ ജില്ലകളിലും പറയുന്നുണ്ട്. നമ്മുടെ അവിടെ കുറച്ച് തുള്ളി, അങ്ങനെ തുള്ളി കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് പരാഗണം നടക്കുന്ന സമയത്ത് മഴ പെയ്താൽ ഇതൊറ്റ മുന്തിരിയും പിടിക്കില്ല. അപ്പോൾ നമുക്ക് എത്തുകയാണെങ്കിൽ ഇങ്ങനെ മുന്തിരി ഉണ്ടായി നിൽക്കണതിൻ്റെ ആ കമ്പുകളൊന്ന് വെട്ടി കളയുകയാണെങ്കിൽ മുന്തിരിക്ക് ആരോഗ്യം കുറച്ചും കൂടി കൂടും. ഇത് കായേ, ഇത് ഒന്നും കൂടി വിരിഞ്ഞിട്ടുള്ള കണ്ട. അപ്പോൾ പല സ്റ്റെപ്പ് പോലെയാണ് ഉണ്ടാവണത്. പിന്നെ മഴശല്യം മാറ്റാൻ ഈ വെള്ള ഗ്ലാസ് പോലത്തെ കവറിങ്ങൊക്കെ ചെയ്യണവർക്ക് പിന്നെ മഴേനെ പേടിക്കേണ്ട. എന്നാലും നമുക്ക് ആവശ്യമുള്ള മുന്തിരി കിട്ടും. അല്ലാതെ നമുക്ക് തമിഴ്നാട്ടിലെ പോലെയൊന്നും, നമ്മൾ തേനിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നിറയെ മുന്തിരി നിൽക്കും എല്ലാ കമ്പിലും. ഇതാ കണ്ടോ, ഇവിടെ ഇതേ നിൽക്കണം. കുറച്ച് മുമ്പ് വിരിഞ്ഞത് ഇതെവിടെ പൂത്ത്. നല്ല ടേസ്റ്റുള്ള വയലറ്റ് മുന്തിരി കേട്ടാ. ഇത് വെച്ച് 6 മാസം കഴിയുമ്പോഴേക്കും, അതായത് നമ്മൾ മഴക്കാലത്ത് വാങ്ങിച്ച് വെച്ച് 6 മാസം ആകുമ്പോഴേക്കും ഇതുമ്മ ഒരു 4 കൊല മുന്തിരി ഉണ്ടായി. ഇത് നോക്കി, ഒരു ചെറിയ ഇതുമ്മ മുട്ട് വരുന്നത് കണ്ട. ചിലർ പറയുന്നുണ്ട് ഭയങ്കര വില കൊടുത്ത് മുന്തിരി തൈ വാങ്ങിച്ചു വെച്ചു. ഞങ്ങൾ വെറും 35 രൂപയുടെ തൈയാണ് കേട്ടത് വാങ്ങിച്ചാണത്. ഇത്രയും വില കൊടുത്തിട്ടൊക്കെ 1000 രൂപയ്ക്കൊക്കെ മുന്തിരി വാങ്ങിച്ചു വെച്ചവരെ എനിക്കറിയാം. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൂൺ ചെയ്ത മുന്തിരിയുടെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ ട്ടാ.